കഴിഞ്ഞ 5 ദിവസമായി ഇറാൻ കത്തുകയാണ്. ഇറാനിൽ വലിയ കലാപം നടക്കും. വെറും കലാപമല്ല, ജൻസി കലാപം എന്ന് തന്നെ പറയാം. വിദ്യാർത്ഥികളും ചെറുപ്പക്കാരും തെരുവുകൾ കീഴടക്കി കഴിഞ്ഞു. ഇന്ന് ഇറാനിലെ തെരുവുകളുടെ, പ്രത്യേകിച്ചും ടെഹ്റാനിലെ തെരുവുകളുടെ നിയന്ത്രണം ആ ചെറുപ്പക്കാരുടെ കയ്യിലാണ്. അവരുടെ ആവശ്യം വളരെ ലളിതമാണ്, എന്നാൽ ശക്തമാണ്. ഇറാനിലെ മത നേതൃത്വം ഭരണം ഒഴിയണം, അൽ ഖമനേയി രാജിവെച്ച് പിന്മാറണം. ഇങ്ങനെ അവിടെ വലിയ രീതിയിൽ തെരുവുകളിൽ പ്രക്ഷോഭം നടത്തുന്ന വിദ്യാർത്ഥികളും ചെറുപ്പക്കാരും 2 വിഭാഗങ്ങളായിട്ട് തിരിഞ്ഞിരിക്കുന്നു. ഒന്ന് ജനാധിപത്യത്തിന് വേണ്ടി വാദിക്കുന്നു, മറ്റൊന്ന് പഴയ ആ ഏകാധിപത്യ രാജഭരണം തിരികെ വരണം എന്നും ആവശ്യപ്പെടുന്നു. അതിന്റെ വിശദാംശങ്ങളല്ല ഞാനിവിടെ ചർച്ച ചെയ്യാൻ വന്നത്. ഈ കലാപത്തിന്റെ കാരണത്തിലേക്ക് കടക്കുകയാണ്. ഏറെ നാളുകളായിട്ട് നമുക്കറിയാം, ഇറാൻ അത് 1ഉം 2ഉമല്ല, ഏതാണ്ട് 3-4 പതിറ്റാണ്ടുകളായിട്ട് ഇറാൻ കടുത്ത മതഭരണത്തിന്റെ കീഴിലാണ്. അമേരിക്കയാണ് ഈ വിഷവിത്ത് വിതച്ചത്, വെള്ളവും വളവും കൊടുത്ത് പ്രോത്സാഹിപ്പിച്ചു വളർത്തിയത് അമേരിക്കയാണ്. ഒടുവിൽ അത് അമേരിക്കയ്ക്ക് തന്നെ വലിയ വിനയായി മാറി. അങ്ങനെ തോളിലിരുന്ന് അമേരിക്കയുടെ ചെവി കടിക്കുന്ന ഒരു സാഹചര്യം എത്തിയപ്പോൾ അവർ 2 കൽപ്പിച്ച് രംഗത്തിറങ്ങി ഇറാനെ തീർക്കാൻ. ഇതാണ് കഴിഞ്ഞ ഏതാനും പതിറ്റാണ്ടുകളായിട്ട് നാം ഇറാനിൽ കണ്ടുവരുന്നത്. ഞാൻ അതിന്റെയും വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല, കാരണം ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ്. ഇപ്പോൾ അവിടെ ഈ കലാപത്തിന് കാരണം അതിരൂക്ഷമായ വിലക്കയറ്റമാണ്. സാധനങ്ങൾക്കൊക്കെ തീ വില. ഇറാന്റെ കറൻസി, ഇറാൻ റിയാല് അങ്ങ് തകർന്ന് തരിപ്പണമായി പോയി. മാത്രമല്ല, മരുന്നുകൾക്ക്, ഈ രോഗികളെ ചികിത്സിക്കാൻ ആവശ്യമായ അല്ലെങ്കിൽ അവർക്ക് കഴിക്കേണ്ടുന്ന മരുന്നുകൾ, അതിനും രൂക്ഷമായ വിലക്കയറ്റമാണ്. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ വില കയറി പോകുന്നു. നിയന്ത്രിക്കാൻ സർക്കാരിന് കഴിയുന്നില്ല. അതിന് പല കാരണങ്ങളുണ്ട്. നമുക്കറിയാം, ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചതും അമേരിക്ക ബോംബിട്ടതും ഒക്കെ ഏതാനും മാസങ്ങൾക്ക് ഉള്ളിൽ നടന്ന സംഭവങ്ങളാണ്. അത് ഈ ഇസ്രായേൽ ഹമാസ് വിഷയത്തിൽ ഇറാൻ എടുത്ത നിലപാടിനുള്ള കനത്ത തിരിച്ചടിയാണ് ഇസ്രായേൽ നൽകിയതെന്നും നമുക്കറിയാം. ഹമാസിന് ആളും അർത്ഥവും ആയുധവും കൊടുത്ത് ഇറാൻ സഹായിച്ചപ്പോൾ ഇസ്രായേൽ മുൻപിൻ നോക്കാതെ ഇറാനെ അടിച്ച് നിലംപരിശ ആക്കുകയായിരുന്നു. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ, ആണവ പരീക്ഷണ കേന്ദ്രങ്ങൾ തകർത്തുകൊണ്ട് ഇസ്രായേലും അമേരിക്കയും ആഞ്ഞടിച്ചതൊക്കെ നമ്മൾ കഴിഞ്ഞ മാസങ്ങളിൽ, പോയ വർഷം നമ്മൾ കണ്ടതാണ്. എന്തായാലും അതിന്റെയൊക്കെ ഫലമായിട്ട് ഇറാൻ ഒരു യുദ്ധാനന്തരം എന്ന് തന്നെ പറയാം. ആ യുദ്ധാനന്തരം നേരിടുന്ന കെടുതികൾ വളരെ വലുതാണ്. അതിന്റെ ഭാഗമാണ് ഈ വിലക്കയറ്റം. ഒപ്പം ഈ തരത്തിലുള്ള മത ഭരണകൂടം അവർ അടിച്ചേൽപ്പിക്കുന്ന മത നിയമങ്ങൾ, ഒരർത്ഥത്തിൽ പറഞ്ഞാൽ മതഭീകരത എന്ന് തന്നെ പറയാം. 2022 അവിടെ നടന്ന ഒരു സംഭവം അതിന്റെ തെളിവാണ്. അതായത് മെഹ്സ അമ്നി എന്ന യുവതിയെ ഇറാന്റെ ഔദ്യോഗിക സേന, റവല്യൂഷണറി ഗാർഡുകൾ വധിച്ചിരുന്നു. അവർ ചെയ്ത തെറ്റ് മറ്റൊന്നുമല്ല, വേണ്ട രീതിയിൽ തട്ടമിട്ടില്ല. അവരുടെ തലമുടി പുറത്ത് കാണുന്ന വിധത്തിലാണ് തട്ടം ധരിച്ചിരുന്നത് എന്ന കുറ്റം ആരോപിച്ച് മതവിചാരണ നടത്തി ആ യുവതിയെ വധിക്കുകയായിരുന്നു, വധശിക്ഷ കൊടുക്കുകയായിരുന്നു. അന്ന് അതിരൂക്ഷമായ കലാപമാണ് അവിടെ ഉണ്ടായത്. വലിയ തോതിൽ ജനം തെരുവിലിറങ്ങി അഴിഞ്ഞാടി. അവിടെ അക്രമം, ഇറാന്റെ തെരുവുകളെ കീഴടക്കി. അവിടെ എങ്ങും അക്രമം നിറഞ്ഞാടുകയായിരുന്നു. പക്ഷേ അതിനേക്കാൾ രൂക്ഷമായ അവസ്ഥയാണ് ഇപ്പോഴെന്ന് രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. 2015 ഇതിനു മുമ്പ് ഇത്രയും ശക്തമായ ഒരു സാമ്പത്തിക പ്രതിസന്ധി ഇറാനിൽ ഉണ്ടായത്. അന്നും ഇതുപോലെ രൂക്ഷമായ കലാപം ഉണ്ടായി. പിന്നീട് അത് കെട്ടടങ്ങി എന്ന് നമുക്കറിയാം. ഇപ്പോൾ ഏതാണ്ട് ഈ പോലീസ് വെടിവെപ്പിലും മറ്റുമായിട്ട് 6-7 പേർ മരിച്ചു എന്നാണ് പറയുന്നത്. റവല്യൂഷണറി ഗാർഡിലെ ഒരു ഉദ്യോഗസ്ഥനും മരിച്ചിട്ടുണ്ട്. അതിന്റെ വിശദാംശങ്ങൾ കൂടി ഞാൻ പങ്കുവയ്ക്കാം.
ഈ കലാപകാരികളും പോലീസുമായുള്ള ഏറ്റുമുട്ടലിൽ ഇതിനോടകം 8 പേർ മരിച്ചു എന്നാണ് റിപ്പോർട്ട് പുറത്തു വരുന്നത്. ഏറ്റവും ഒടുവിലത്തെ അതനുസരിച്ച് അസ്നയിൽ 3 പേർ, കൗഡാഷിൽ 1 ആണ് കൊല്ലപ്പെട്ടത്. അതുപോലെ ലോർദേഗാനിൽ ഉണ്ടായ ഏറ്റുമുട്ടലിൽ 2 പേർ മരിച്ചു എന്ന് പറയുന്നു. ഈ പറഞ്ഞതുപോലെ വിലക്കയറ്റവും പണപ്പെരുപ്പവുമാണ് ഈ കലാപത്തിന് തീ കൊളുത്തിയതെങ്കിലും ഈ മത ഭരണകൂടം അടിച്ചേൽപ്പിക്കുന്ന മത നിയമങ്ങളുടെ പാലനം, മത ഭീകരത, ഇതൊക്കെയാണ് ഇതിന്റെ അടിസ്ഥാന കാരണം എന്ന് എല്ലാവർക്കും അറിയാം. ആ തരത്തിലാണ് വിലയിരുത്തലുകൾ മുന്നോട്ട് പോകുന്നത്. അതുപോലെ തന്നെ ലോർദേഗാൻ കൂടാതെ ഈ ടെഹ്റാന് സമീപമുള്ള ഒരു പട്ടണമാണ് ഈ ലോർദേഗാൻ. അതുകൂടാതെ തെക്കൻ ഇറാനിലെ മാർവഡാഷ്, അസ്ന, കൗഡാഷ് അടക്കം മിക്ക നഗരങ്ങളിലും കലാപം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുകയാണ്. ചില സ്ഥലങ്ങളിൽ കലാപം ആരംഭിച്ചിട്ട് 3 ദിവസമായി, ചിലയിടത്ത് 4 ദിവസമായി. എന്നാൽ മൊത്തത്തിൽ കലാപം ആരംഭിച്ചിട്ട് 5 ദിവസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. ഇത് ഈ പറഞ്ഞതുപോലെ ഇറാന്റെ സർക്കാരിന് ഇത് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. അവിടുത്തെ പോലീസിനോ പട്ടാളത്തിനോ ഈ കലാപത്തെ അടിച്ചമർത്താൻ കഴിയുന്നില്ല. അതിനിടയ്ക്ക് ഇറാൻ ഈ സാമ്പത്തിക കാര്യങ്ങളിൽ രാജാവിനെ, അവിടുത്തെ ഭരണാധികാരിയെ ഉപദേശിക്കുന്ന ആളിനെ മാറ്റിയിട്ടുണ്ട്. അത് ഈ കറൻസിയുടെ മൂല്യം ഇടിയുന്നത് പിടിച്ചു നിർത്താൻ അവർക്ക് സാധിക്കുന്നില്ല. അവിടുത്തെ നമ്മുടേതുപോലെയുള്ള സെൻട്രൽ ബാങ്ക്, റിസർവ് ബാങ്ക് ഉണ്ട് അവിടെ. ആ റിസർവ് ബാങ്കിന്, ഇറാന്റെ റിസർവ് ബാങ്കിന്, അത് സെൻട്രൽ ബാങ്ക് എന്നാണ് അറിയപ്പെടുന്നത്, ആ ബാങ്കിന് ഈ രൂപയുടെ മൂല്യം ഇടിയുന്നത് തടയാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. ഭക്ഷ്യവസ്തുക്കളുടെ വില 70% വർദ്ധിച്ചിരിക്കുന്നു. മരുന്നുകളുടെ വില 50% വർദ്ധിച്ചിരിക്കുന്നു. ഈ സാമ്പത്തിക പ്രതിസന്ധി ജനങ്ങൾക്ക് തരണം ചെയ്യാൻ കഴിയുന്നില്ല എന്നാണ് റിപ്പോർട്ടുകൾ. എന്തായാലും ഇത് ഈ ഒരു സമയത്ത് ഇറാന്റെ സെൻട്രൽ ബാങ്ക് ഗവർണർ സ്ഥാനമൊഴിഞ്ഞ മുഹമ്മദ് റിസ ഫർസീനെയാണ് പ്രസിഡന്റിന്റെ സാമ്പത്തിക ഉപദേഷ്ടാവായി നിയമിച്ചിരിക്കുന്നത്. മുൻ ധനമന്ത്രി അബ്ദുൽ നാസർ ഹെമദിയാണ് സെൻട്രൽ ബാങ്കിന്റെ പുതിയ മേധാവി. ഇവർക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്നാണ് ഇപ്പോൾ ലോകം ഉറ്റുനോക്കുന്നത്. വൈകാതെ ഇറാനിലെ കലാപം അടിച്ചമർത്തപ്പെടട്ടെ എന്ന് നമുക്കും ആഗ്രഹിക്കാം. അവിടെ സമാധാനം പുലരട്ടെ എന്ന് നാമും പ്രതീക്ഷിക്കുന്നു. പക്ഷേ ജൻസി കലാപം അത്ര വേഗത്തിലൊന്നും അടിച്ചമർത്താൻ കഴിയില്ല. കാരണം ചെറുപ്പക്കാരാണ്, നഷ്ടപ്പെടാൻ അവർക്കൊന്നുമില്ല. സ്വന്തം ജീവനല്ലാതെ മറ്റൊന്നും കൊടുക്കാനും അവരുടെ കയ്യിലില്ല. വരും തലമുറകൾക്ക് വേണ്ടിയിട്ടാണ് ഈ കലാപം. എന്തായാലും അവിടുത്തെ ഭരണകൂടത്തോടുള്ള അതൃപ്തി വളരെ ശക്തമായി പ്രതിഫലിക്കുന്നുണ്ട് ഇറാനിലെ തെരുവുകളിൽ.